ഹല്ലേലൂയ. കർമ്മീയർത്തി കർത്താവിന് ശക്തിയോട് സ്തോത്രം ചെയ്താട്ട് ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി ഇങ്ങനെ തന്നു. നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ അഭിഷിക്തന്മാരെയും ഒക്കെ നമ്മുടെ നടുവിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഫീബ റേഡിയോ പ്രോഗ്രാമിൻ്റെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ജിബു പാസ്റ്റർ, അതുപോലെ കുവൈറ്റിൽ നിന്ന് വന്ന കർത്താവിൻ്റെ ദാസൻ ഷിബു പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ സൈമൻ പാസ്റ്റർ, ഇന്ന് പലരും പലയിടങ്ങളായിരുന്നു കടന്നു വന്നവരുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നവർ നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. കളമശ്ശേരിയിൽ നിന്ന് റിൻഡു ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ. പ്രിയ മോള് ഇന്ന് നമ്മുടെ നടുവിൽ കടന്നു വന്നു. അതുപോലെ പലരും ഇന്ന് നമ്മുടെ നടുവിൽ ആരാധനയ്ക്കായിട്ട് നമ്മുടെ ഒരുമിച്ച് കടന്നു വന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം കൊണ്ടൊന്നിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒറ്റ കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട വളരെ അനുഗ്രഹമായ ഒരു ബുക്ക് ഇവിടെയുണ്ട്. പെന്തക്കോസ്റ്റ് 2002 എന്ന് പറയുന്ന 20 എന്ന് പറയുന്ന ഈ പുസ്തകം 2020 പെന്തക്കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനായ ബാബു ചെറിയാൻ പാസ്റ്റർ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ടൊരു ബുക്കാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു അനുഗ്രഹമായ ബുക്ക്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ചിരുന്നു. സ്തോത്രം. നമുക്ക് ഈ ബുക്ക് അല്പം കൊടുത്തു വിട്ടിട്ടുണ്ട്. 343 പേജുകളുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ബുക്ക്. തൻ്റെ വളരെ നാളത്തെ പരിശ്രമത്തിന് ശേഷം പുറത്തിറക്കിയ ഈ ബുക്സ് ഇന്നലെ വളരെ കുറച്ച് കോപ്പികൾ മാത്രം നമ്മുടെ കയ്യിൽ കൊടുത്തു വിട്ടു. 40 കോപ്പികളെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 15ഓളം കോപ്പികൾ രാവിലെ എറണാകുളത്ത് ആളുകൾ കളക്ട് ചെയ്തു. ഇതിൻ്റെ വില 300 രൂപയാണ്. പക്ഷേ നമ്മുടെ ചർച്ചിന് 250 രൂപയ്ക്ക് ഈ ബുക്ക് തന്നിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ബുക്ക്. പരിശുദ്ധാത്മാവിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൽ എങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിൽ ഒരു ജീവിതം നയിക്കണം എന്നിത്യാദി കാര്യങ്ങളടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ബുക്സാണ് അവിടെയുണ്ട്. സ്തോത്രം. നിങ്ങളത് കളക്ട് ചെയ്യുക. കർത്താമേൻ പോയി രാജേഷിൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. അത് നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന് ദൈവനാമത്തെ ഓർപ്പിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ബുക്ക് വേണമെങ്കിൽ പൈസ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് നിങ്ങളുടെ പേര് എഴുതി കൊടുത്ത് നിങ്ങൾ പോകുക. അടുത്ത ഞായറാഴ്ച കൊണ്ടുവന്ന് നിങ്ങളത് പൈസ കൊടുത്താൽ മതി. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ അമേഷി പാസ് പറഞ്ഞ പോലെ കുവൈറ്റിൽ നിന്നും ആ റോയ് പാസിന് നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഹായ് പറയാം. അതുപോലെ നമ്മുടെ സ്തോത്രം ജിതിനെ ഓർത്ത് നല്ലൊരു ഹായ് പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലയിടത്തുമായിരിക്കുന്നല്ലോ. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. സമയോടി അങ്ങ് പോവുകയാണ്. നമുക്ക് 20-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 20:4. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. എല്ലാവരും നന്ദിയുള്ള ഹൃദയത്തോടൊന്ന് സ്തോത്രം ചെയ്തേ. നിന്റെ ഹൃദയത്തിൽ ഈ വാക്യം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഇങ്ങനെ ഒരു ദൈവിക നിയോഗത്തിൽ ആ ദൂതെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നല്ലൊരു ആമേൻ പറ. ഹൃദയത്തിൽ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഹൃദയത്തിൽ ആഗ്രഹമുള്ളവരെല്ലാം കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി നല്ല നല്ല ആഗ്രഹങ്ങളുള്ളവർ നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ഇന്നത്തെ ആരാധന കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യണമെന്നുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം എന്ത് ചെയ്യും? മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത ഏതെങ്കിലും ആഗ്രഹം വെച്ച് പുലർത്തുന്നെങ്കിൽ അത് സാധിപ്പിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ക്രേറ്റ കാറോടെ കിടപ്പുണ്ട്, അതൊന്നും ആഗ്രഹിച്ചു കളഞ്ഞേക്ക്. കാരണം അത് പറഞ്ഞത് ഫോട്ടോ വെച്ചില്ല പ്രസംഗിക്കുന്നത് എനിക്കറിയാം. അവ ഏതായാലും ആഗ്രഹിക്കാൻ പറഞ്ഞാൽ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കൈവച്ച് അങ്ങനെയൊന്നും വേണ്ട. അത് ലോൺ അടച്ചു തീർത്തിട്ടില്ല, അതൊരു ബാധ്യതയെ മാറും. അതുകൊണ്ട് ആഗ്രഹം നല്ലതാണ്. പക്ഷേ
ദൈവഹിതമല്ലാത്ത ആഗ്രഹം ദൈവം ചെയ്യില്ല. ദൈവഹിതമായ ആഗ്രഹങ്ങൾ തടസ്സപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തുമില്ല. ആരോടൊക്കെയോ പരിശുദ്ധ ആത്മാവ് പറയുന്നു, നിന്റെ ആഗ്രഹത്തിന്റെ മേൽ ദൈവത്തിന്റെ മഞ്ഞും മഴ മഴക്കാൻ പോകുക. എന്താ നീ ആഗ്രഹിച്ചതോ, ഏത് വിഷയമാണ് ആഗ്രഹിച്ചതോ, ഏത് വിഷയത്തിന് വേണ്ടിയാണോ ആഗ്രഹിച്ച നീ ആമേൻ സ്തോത്രം ചെയ്തതോ, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശക്തമായ പ്രവൃത്തി ഇന്ന് പകൽ എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുക. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ഉടച്ചു കളയട്ടെ. ജീസസ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും. ആമേൻ പറ, ആമേൻ പറ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അത് ദൈവം സാധിപ്പിക്കുന്ന ദൈവമെന്ന് വിളിച്ചു പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കോ? എന്റെ ആഗ്രഹങ്ങളുടെ മേൽ ദൈവത്തിന് മഞ്ഞും മഴയും ദൈവം അഴക്കും. ഞാൻ പണ്ടൊരിക്കൽ ചോദിച്ചതോ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, എവിടെയാണ് ആഗ്രഹം ആരംഭിച്ചത്? ആഗ്രഹത്തിന്റെ ആരംഭം എവിടെയാ? ആദ്യം പറയുന്നവർക്ക് ഒരു സമ്മാനം തരും. കേട്ടു പറഞ്ഞതാ അല്ലേ? ആഗ്രഹം ആരംഭിച്ച എവിടെയാ? ഭൂമിയിലാണോ? അല്ല, ആഗ്രഹം ആരംഭിച്ചത് അങ്ങ് സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലല്ല ആഗ്രഹം. ഏദൻ തോട്ടത്തിലാണ് എന്ന് പലരും ചിന്തിക്കും. പക്ഷെ ഏദനിലല്ല ആഗ്രഹം ആരംഭിച്ചത്. തോട്ടത്തിലല്ല ആഗ്രഹത്തിന്റെ ആരംഭം. ആഗ്രഹം ആരംഭിച്ചത് അങ്ങ് സ്വർഗത്തിലാണ്. എവിടെയാണ്? ലൂസിഫറിന്റെ ഹൃദയത്തിൽ. എന്താണ് ആഗ്രഹം? അവന്റെ ആഗ്രഹം ഉണ്ടാകാൻ ഒരു കാര്യം. പിശാച് എന്തുകൊണ്ട് ആഗ്രഹിച്ചു? ആ ആഗ്രഹത്തിന് ഒരു കാരണം പറയാം. അവൻ ദൈവത്തിന്റെ മുമ്പിൽ കെരൂബായി നിന്ന അവൻ ലൂസിഫർ നോക്കുമ്പോൾ സ്വർഗം ഇടിച്ചിറങ്ങി വരുന്നു ദൈവമഹത്വം. ലക്ഷോപലക്ഷം കോടാനുകോടി ദൂതന്മാർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധനയുടെ ശബ്ദവും മഹത്വവും ആലയത്തിൽ നിറയുന്ന കണ്ടപ്പോ പിശാചിനൊരു കൊച്ചാഗ്രഹം, ഇതിനകത്ത് കുറച്ച് ആരാധന ഒന്നെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം. അവൻ ആഗ്രഹിച്ചത് ദൈവത്തിന് ആരാധന കിട്ടുമ്പോൾ മഹത്വം ദൈവത്തിനേറി വരുന്നു. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടും ലൂതന്മാർ ആരാധിക്കുന്നത് കൊണ്ടും സ്വർഗം മുഴുവൻ തേജസ് നിറഞ്ഞു നിന്നപ്പോ പിശാചിന് ഒരാഗ്രഹം, ഇതുപോലൊരു മഹത്വം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. ഒരല്ലേലൂയ പറയാമോ? ഇന്ന് ദൈവജനം റെഡി ആയിക്കോ. ഫോട്ടോ വെച്ച് ദൈവമക്കൾ ആരാധിക്കുമ്പോൾ ഇവിടത്തെ ലൂസിഫർ പറയുന്നു, ഇതുപോലെ ആരാധന എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു കൈയടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു അഭിഷേകമുള്ള ഒരു ആരാധന, ഇതുപോലെ ആത്മാവിൽ ആരാധിക്കുന്ന പൂർണ്ണതയുള്ള ഒരു ആരാധന, മഹത്വപൂർണമായ ഒരു ആരാധന എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ദുരാത്മ മണ്ഡലത്തോട് വിളിച്ചു പറ, ആരാധന നിനക്കല്ലോ, മഹത്വം നിനക്കല്ലോ. ഞങ്ങളുടെ ആരാധന ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിന് കിട്ടേണ്ട ആരാധന തിരിച്ചു പിടിക്കാൻ നിൽക്കുന്ന ഒരു വമ്പൻ ശക്തി ഈ പട്ടണത്തിൽ തലപൊക്കി വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു പറ്റം ജനം ഇന്ന് പകൽ എഴുന്നേൽക്കട്ടെ. എവിടേക്കോ എനിക്കറിയത്തില്ല. നിന്റെ കൂടാരത്തിനകത്തോ ദൈവത്തിന്റെ ആരാധന ഉയർന്നു വരുമ്പോൾ, നിന്റെ തലമുറയിൽ ആരാധന ഉയർന്നു വരുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന ചില ശക്തികളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ ചലിക്കുന്ന പകലായി മാറട്ടെ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരുപാട് ദൂത പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാ. ഞാൻ നിങ്ങളുടെ പ്രവചനാത്മാവി ദൂത പറയാ. നീയും നിന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന ശബ്ദത്തിന് മീതെ കയറാൻ നിൽക്കുന്ന ചില ശക്തികളെ വെച്ചു വാഴിക്കരുത്. അതിനെ ഇന്ന് പകൽക്കാലം അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവജനം ആരാധിച്ച് ജയമേറ്റെടുക്കണം. ഇല്ല, എന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മീതെ കയറാൻ പിശാചിനെ ഞാൻ അനുവദിക്കില്ല. Praise God. Thank you Jesus. Thank you Lord. നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞേ. ദൈവമക്കളെ, ഞാൻ ഇവിടെ ഒന്ന് വിളിച്ചു പറയാൻ കേട്ടോ.
93 ഈ അഭിഷിക്തൻ ഫോർട്ട് വെച്ച് വന്ന് പ്രാർത്ഥിച്ചു അല്ലേ സൈമൺ പാസ്റ്റർ? 93 എന്റെ അന്തരംഗം കത്തിയൊരു ദൂത പറയാ. 93 ഈ അഭിഷിക്തൻ കൊച്ചി വന്ന് ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ പ്രാർത്ഥിക്കുമ്പോ ഞാന് ഊമ വിഗ്രഹത്തിന് മുമ്പേ മുട്ടുകുത്തി നിൽക്കുന്ന വർഷമാണ്. എന്ന് വെച്ചാൽ 94 രക്ഷിക്കപ്പെട്ട ഞാൻ. 93 ഈ പട്ടണത്തിൽ വന്ന് അഭിഷേകം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ വിത്തല്ലേ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നത്? അത് വെറുതെ അല്ലല്ലോ. അവർ പ്രാർത്ഥിച്ചതിന്റെ മറുപടി, അവർ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് അല്ലേ ഈ പകൽ ഇതിനകത്തിരിക്കുന്നത്? അവർ സ്വപ്നം കണ്ടതോ, അവർ സ്വപ്നം കണ്ടോ ചെയ്തതാണ് ഇന്ന് പകൽ ഇതിനകത്തിരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. Jesus, amen, praise God. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അത് അങ്ങനെ അക്ഷരം പതി പ്രവചിച്ചു പറയുക, നീ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുക. സൈമൺ പാസ്റ്റർ 93 കണ്ട ഒരു സ്വപ്നമുണ്ട്. പ്രാർത്ഥിച്ചു പോകാനല്ല, പ്രാർത്ഥിച്ചതൊരു സ്വപ്നം കണ്ടാണെങ്കിൽ അതിന്ന് തന്റെ കണ്ണുകൊണ്ട് ദൈവം കാണിച്ചെങ്കിൽ സ്വപ്നം കാണുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ചിലത് ദൈവം യാഥാർത്ഥ്യമാക്കും. വിശ്വസിക്കുന്നവരാമേൻ പറ. ആ ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. നീ കണ്ട സ്വപ്ന, നീ പ്രാപിച്ച ചില സ്വപ്ന ദൈവം അത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത പറയുന്നു. ഒരു തീ കത്താൻ പോകുക, ഒരു തീ കത്താൻ പോകുക. നിന്റെ സ്വപ്നത്തിന്റെ മേൽ ഒരു തീ കത്താൻ പോകുക, നിന്റെ ആഗ്രഹത്തിന്റെ മേൽ ഒരു തീ കത്താൻ പോകുക. അത് വെറും തീയല്ല, ഒരു അസാധാരണമായ ഒരു ദൈവകൃപയുടെ വ്യാപാരം എന്താ ദൈവം ചെയ്യാം. Oh, glory to Jesus, glory to Jesus. ആരും അതരം ചലിപ്പിക്കാതിരിക്കരുത്, ആരും മിണ്ടാതിരിക്കരുത്. അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നിന്റെ സ്വപ്നമുണ്ടല്ലോ, അതിനെ തകർക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ വിട്ടുമാറോ. കുഞ്ഞെ, നിന്റെ മകനെ കുറിച്ച് ദൈവ മഹിതലേ, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച് നീ കണ്ട ചില സ്വപ്നങ്ങളില്ലേ, അതെന്റെ ദൈവം നിവർത്തിയാക്കുന്ന വർഷം അത്ര 2020. ജീസസ്, ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. ഞാന് സ്തോത്രം, നീ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയിടത്തൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ആമൻ ഇന്ന് പകൽ നിങ്ങളോടും ആത്മാവി പറയട്ടെ. ദൈവജനത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വർഷമാണ് 2020. വേണമെങ്കിൽ പിടിച്ചോ, ആവശ്യമുള്ള പിടിച്ചോ. നിന്റെ സ്വപ്നത്തിന്റെ, നീ കണ്ട സ്വപ്നമുണ്ടല്ലോ, നീ ആഗ്രഹിച്ച ചിലത് പ്രാപിക്കുന്ന വർഷമായത് ഇല്ല. അതിനെതിരെ അന്ധകാര വ്യാപാരങ്ങൾ മുഴുവൻ നിനക്കെതിരാണെങ്കിലോ യേശുവിന്റെ നാമത്തിലോ എന്റെ ദൈവം എന്നോട് വിളിച്ചു പറയുന്നു, അത് നീയും നിന്റെ തലമുറയോ നീയും നിന്റെ കുടുംബമോ അത് കാണുന്ന വർഷമത്രേ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് എത്ര പേർ വിശ്വസിക്കുന്നു ഇത് ദൈവം സംസാരിക്കുന്നു എന്ന്? ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ആമേൻ പറ. ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ചേട്ടന്മാർ ഒരുമിച്ച് കൈകോർത്തു. എന്നിട്ട് പറഞ്ഞു, ഇവന്റെ സ്വപ്നത്തെ പൊട്ടക്കിണറ്റിൽ നമ്മൾ ഇട്ട് മൂടാൻ പോവുക. പൊട്ടക്കിണറ്റിൽ ഇട്ട് മൂടാൻ പോവുക. പറഞ്ഞാൽ പറഞ്ഞതുപോലെ അവർ ചെയ്യും. ഒരു സ്വതന്ത്രം പറ. നിനക്കെതിരെ പിശാച് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും. പക്ഷെ എന്റെ ദൈവം അതിനപ്പുറം ചെയ്യും. വേണ പിടിച്ചോ. അവൻ പറഞ്ഞതുപോലെ പിശാച് ചെയ്യുമെങ്കിൽ അതിനപ്പുറം ചെയ്യുന്ന ഒരു ദൈവകൃപ, അതിനപ്പുറം ചെയ്യുന്ന ഒരു ദൈവ പ്രവൃത്തി, അതിനപ്പുറം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഉണർവ്, പരിശുദ്ധാത്മാവിന്റെ പിശാച് പറഞ്ഞതിന് അപ്പുറം ചെയ്യാൻ പോകുക. ജീസസ്, ഓ ജീസസ്, 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 ജീസസ്. ഇല്ല, പിശാച് പറഞ്ഞതിനപ്പുറം, അവൻ പറഞ്ഞതിനപ്പുറം.
അവൻ പറഞ്ഞതിനപ്പുറം. Glory, 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 glory. Jesus, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ 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 തീ. ഒരു വലിയ തീ, ഒരു വലിയ തീ, ഒരു വലിയ തീ, ഒരു വലിയ തീ. ഹോ 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 ഹോ. ഒരു വലിയ തീ കത്തുകയാ, ഒരു വലിയ തീ കത്തുകയാ, ഒരു വലിയ തീ കത്തുകയാ, ഒരു വലിയ തീ കത്തുകയാ. ഓ ശബലബലബ. ഓ പിശാച് പറഞ്ഞതിനപ്പുറം എന്റെ ദൈവം ചെയ്യാൻ പോകുകയാ. അവൻ വിധി എഴുതിയതിന് അപ്പുറം എന്റെ ദൈവം ചെയ്യ, അപ്പുറം എന്റെ ദൈവം ചെയ്യ. അവൻ പറഞ്ഞതിനപ്പുറം. ഓ ശബലബലബ. റകലബലബ. സിപനരക സികലബലബ. Oh, oh Jesus. Oh Shabalabariba. Duri Parantori Kanti. Hari Baba. Oh Jesus. 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 Kuram talabam tabaram talabam tabaram talabam tabaram. Kunaram talabam tabaram chagada talabam. Kunaram talabam tabaram chagada talabam. Kunaram talabam tabaram chagada talabam. Kul har bidine. Kunaram talabam tabaram tabaram talabam. Kunaram talabam tabaram talabam talabam. Kar har talabam. Kunaram talabam tabaram. Kunaram talabam tabaram. Kunaram talabam tabaram. Kunaram talabam hari. Baba kaha chana kala. Kunaram talabam tabaram. Hari bini kala chala to. Kunaram baba baba. Oh Jesus. 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 Ori baba baba tala. Ori kala tirate. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഞാൻ നിങ്ങളോട് ഒരു സാക്ഷ്യം പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? A4 കുഞ്ഞുങ്ങൾ എക്സാം എഴുതുന്ന ഒരു പേപ്പറില്ലേ A4, ആ പേപ്പർ ഒരു ദിവസം പ്രാർത്ഥന മുറിയിൽ ഞാൻ ഇരിച്ചു. A4 സാധാ ഒരു പേപ്പർ, അത് ഇങ്ങനെയല്ല എഴുതുന്നത് നമ്മൾ, അത് ഇങ്ങനെയല്ലാതെ തിരിച്ചു വെച്ചു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഒരു പുൽപ്പിറ്റ് ഞാനിവിടെ വരച്ചു. എന്നിട്ട് ആ പുൽപ്പിറ്റിന് മുമ്പിൽ 3-4 ലൈനായിട്ട് ജനങ്ങൾ കസേര ഇരിക്കുന്ന വരച്ചു. എന്നിട്ട് അതിന് മുമ്പിൽ ഒരു മൈക്കും അതിന് മുമ്പിൽ ഒരാളും നിൽക്കുന്നു. ആ ആൾക്കൊരു പേരെഴുതിപ്പിച്ചു. മലയാളം ചൊവ്വ വായിക്കാൻ അറിയാതിരുന്നപ്പോ ഈ മണ്ടൻ എഴുതിയ എഴുത്തായി പറഞ്ഞേ A4 പേപ്പറിനകത്ത്. എന്നിട്ട് ആ എഴുതിയ ആ വ്യക്തിയുടെ നേരെ എഴുതിയിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്നത് പാസ്റ്റർ ബിജു, അവൻ പ്രസംഗിക്കുന്നത് ക്രൂസൈഡിൽ, അവൻ പ്രസംഗിക്കുന്നത് കൺവെൻഷനിൽ. അന്ന് സ്വപ്നം കണ്ട് വരച്ചത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. ഇന്ന് ആ സ്വപ്നം നീ കാണ്, ആ സ്വപ്നം നീ കാണ്, ആ സ്വപ്നം നീ കാണ്. അത് യാഥാർത്ഥ്യമാക്കും, അത് യാഥാർത്ഥ്യമാക്കും. അതിനെതിരെ വ്യാപരിക്കുന്ന ഏത് ശക്തിയെയും എൻ്റെ ദൈവം ഉടക്കും. Jesus. Amen. Praise God. അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ബുക്കിനകത്ത് ഒറ്റ പരാമർശം താൻ കുറിച്ചിട്ടുണ്ട്. മേടിച്ചു വായിച്ചോ. ആ താൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വപ്നം കാണുന്നവരാക്കുക. നമ്മുടെ സഭയിൽ ഇല്ലാത്ത ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? നമ്മുടെ പെന്തക്കോസ്ത് സഭയിൽ സ്വപ്നം കാണാൻ അനുവാദം കൊടുക്കില്ല. സ്വപ്നം കണ്ടാൽ അത് അധികപ്പറ്റാന്ന് പറയും. സ്വപ്നം കണ്ടു പറഞ്ഞാൽ പറയും അത് അവൻ അഹങ്കാരമെന്ന് പറയും. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ സ്വപ്നം അഹങ്കാരമല്ല, അതൊരു പ്രൗഢാണ്. ദൈവം നിനക്ക് ഒരു പ്രൗഢ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്റെ ദൈവം എന്റെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു.
അടുത്തിരിക്കുന്ന ആളോട് മുഖത്ത് നോക്കി പറ, സ്വപ്നങ്ങൾ കാണണം. പോരാ, ആ പറഞ്ഞതിനകത്തൊരു ജീവനില്ല. സ്വപ്നങ്ങൾ കാണണം. പറ ആമേ, പറ പറ, എന്ത് കാണണം? സ്വപ്നങ്ങൾ കാണണം. ആമേ. ഇനി അടുത്തത് ശ്രദ്ധിച്ചേ. നീ സ്വപ്നം കാണുമ്പോൾ ഒരിക്കലും നിന്റെ തുലനം, നിന്റെ ഇന്നത്തെ സാഹചര്യം വെച്ച് നീ സ്വപ്നം കാണരുത്. ദൈവത്തിന്റെ മുഖത്ത് നോക്കി അവൻ ആരെന്ന് മനസ്സിലാക്കി, അവന്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കി, അവന്റെ കൃപ മനസ്സിലാക്കി, അവന്റെ ശക്തിയോ സാന്നിധ്യം മനസ്സിലാക്കി ആ ദൈവത്തിൽ നീ സ്വപ്നങ്ങൾ കാണണം. Praise God. Praise Allah. Hallelujah. നമ്മള് ഈ പ്രസംഗം എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലെന്ന് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു. പ്രസംഗം കേൾക്കുന്നവരുടെ അകത്ത് ഒരുപാട് ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരാം. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആമേൻ, ചിലര് ഇന്ന് ശക്തന്മാരായ പല ആളുകളും ആമേൻ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ ഇരുന്ന് പഠിച്ച് അവരാരായി? മഹാന്മാരായി. അതിട്ട് പഠിപ്പിച്ചു. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ച എഴുന്നേറ്റിട്ട് ചോദിച്ചു, സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നാൽ 3 മണി തൊട്ട് 6 മണി വരെ എന്തായിരുന്നു പണി? സ്കൂളിൽ നിന്നേ 4 മണിക്ക് വീട്ടിൽ വന്നാൽ വൈകിട്ട് 6 മണി വരെ എന്തായിരുന്നു പണിയൊന്നും? ആ സൂര്യന്റെ വെളിച്ചത്തിൽ പഠിച്ചുകൂടെ? ഇരുട്ടായിട്ട് വേണോ പഠിക്കാനെന്ന്? നമ്മൾ വലിയ കാര്യത്തിൽ പഠിപ്പിക്കുക. സൂര്യൻ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്ത് പോയിരുന്ന പിള്ളേരെന്ത് ചെയ്തത്? പഠിച്ചു വലുതായതെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് പിള്ളേര് വയ്ക്കുക. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരത്തില്ലേ? 5, 6, പിന്നെ 2-3 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ്. അവിടെ നിന്ന് പഠിച്ചാൽ പോരായിരുന്നേ? ആ സമയം എല്ലാം കുട്ടിയും പോലും കളിച്ച് കിടന്നിട്ട് രാത്രി പോയിരുന്നു. കണ്ടോ നമ്മൾ വലിയ കാര്യത്തെ അങ്ങ് പഠിപ്പിക്കുക. അവരങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു. അപ്പൊ അവര് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പൊ ഇത് വല്ലാത്തൊരു കാലമാണ്. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. അവരെ ഉദ്ദേശിച്ചല്ല ഈ മെസ്സേജ് ഞാൻ പറയുന്നേ. ഇത് ഏറ്റെടുക്കാൻ പറ്റിയ ചിലത് ഇതിനകത്തുണ്ട്. അവരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ. ഇത് ഉൾക്കൊള്ളുന്ന ചിലതുണ്ട്. അവരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ. നീ ആ സ്വപ്നം കാണ്. നിന്റെ സ്വപ്നത്തിന്റെ മേൽ വിലങ്ങുതടിയാകാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ജോസഫിന് എന്തുണ്ടായിരുന്നു? ചേട്ടന്മാരെല്ലാം കൂടി എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനകത്തോട്ട് മൂടാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു വാക്യം എന്നെ അത്ഭുതപ്പെടുത്തി. ജോസഫ് ഫലപ്രദമായ വൃക്ഷം. വായിച്ചിട്ടുണ്ടോ? എവിടെ കിടപ്പുണ്ട്? ഉൽപ്പത്തി 49 തോന്നുന്നല്ലേ? അല്ലേ? 49 ഒന്നെടുത്ത് വായിച്ചേ. 49 എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമ്മുടെ വിഷയം അതല്ല എങ്കിലും ഒന്ന് കയറി വന്നുകൊണ്ട് തുടങ്ങുക. 49 എത്രയാ? 22. 49 നോക്കിക്കോ. ജോസഫ് ഫലപ്രദമായ വൃക്ഷം. മോനെ, ചേട്ടന്മാരെല്ലാം കൂടി ഇവനെ എവിടെ ഇടാൻ നോക്കി? പൊട്ടക്കിണറ്റിൽ. പക്ഷെ അവനെ കുറിച്ച് ദൈവം പറയുന്നു, അവൻ ഫലപ്രദമായ വൃക്ഷം. സ്വതന്ത്രം പറയാൻ പറ്റുമോ? സ്വപ്നം കാണുന്ന നിന്നെ നോക്കിയിട്ട് ദൈവം പറയും, ഫലമില്ലാത്തവനെന്നല്ല, സ്വപ്നമുണ്ടോ? ഒരു ഫലമുണ്ട്. സ്വപ്നമുള്ളവന്റെ അകത്തെ എന്തുള്ളൂ? ഒരു ഫലമുള്ളൂ. സ്വപ്നം കണ്ടവനെ നോക്കിയിട്ട് ദൈവം പറയുന്നു, അവനാണ് ഫലപ്രദമായ ഒരു വൃക്ഷം. ഒരല്ലിയ പറ. കഴിഞ്ഞ ദിവസം തമ്പിച്ചാൻ എന്നോട് ചോദിച്ചു, ആൽപ്പട്ടങ്ങളെ, മറ്റേ 2.5 ഏക്കറിന് അഡ്വാൻസ് കൊടുത്തു വന്നു. ഞാൻ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. എടാ, മറ്റേ 2.5 ഏക്കറിന് സ്ഥലം കൊടുത്തോ? ഇത് കഴിഞ്ഞിട്ട് തിയങ്കുരുള്ള പാസ്റ്റർ മെസ്സേജ് ഇട്ടെന്നും പറഞ്ഞ് ഇവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ മെസ്സേജ് യൂട്യൂബിൽ ഇട്ട് കേട്ടോ. എന്നോട് ചോദിച്ചു, അങ്ങോട്ട് എപ്പോഴാ ആരാധന മാറുന്നേ? ഞാൻ ചോദിച്ചു, പാസ്റ്റർ മനസ്സിലായില്ല. എങ്ങോട്ട്? എടാ, ആ 2.5 ഏക്കറിലേക്ക്.
ഹല്ലേലൂയ എന്ന് പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ അകത്തൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ആരംഭിച്ചേ ഉള്ളൂ. അവർ ഡെലിവറിയാ ചോദിക്കുന്നത്. നമ്മുടെ അകത്ത് കഞ്ഞിയുടെ മണവും താളിച്ച മണമൊക്കെ കേൾക്കുമ്പോൾ ചെറിയ വൊമിറ്റിംഗ് ടെൻഡൻസി ആരംഭിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാം ചോദിക്കുന്ന കൊച്ചാണാണോ പെണ്ണാണോ? മനസ്സിലായോ? അപ്പൊ നീ കാണാത്ത സ്വപ്നം നമ്മെ കുറിച്ച് പലരും കാണാൻ തുടങ്ങി. നീ കാണാത്തത്, നീ അറിയാത്തത്, നീ ചിന്തിക്കാത്തത്, നീ അത്ഭുതം ചിന്തിക്കാത്തത്, നീ ശ്രദ്ധിക്കാത്തത്, നീ പറയാത്തത്, നീ പറഞ്ഞിട്ടില്ലാത്തത് നിന്നെ കുറിച്ച് പലരും കണ്ടു കഴിഞ്ഞു. Praise the Lord. Hallelujah. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഒരു രാജ്യത്തും പോയിട്ടില്ല. 1.5 വർഷമായിട്ട് എൻ്റെ പാസ്പോർട്ട് യാത്തിരിക്കുക. സ്വതന്ത്രം പറഞ്ഞേ, ഒരു യാത്രയും ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും പോയിട്ടില്ല. 1.5 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം എന്നോട് ആദ്യം ചോദിക്കുന്നു, നാട്ടിലുണ്ടോ ദൈവദാസനെ, നാട്ടിലുണ്ടോ? ഇന്നലെ ഒരുത്തൻ വിട്ടിരിക്കുന്ന എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ്, യൂറോപ്പിലാണോ അമേരിക്കയിലാണോ? Where are you? എവിടെയാന്ന്? നമ്മൾ ഫോട്ടോ വെച്ച് പുൽപ്പിറ്റ നിൽക്കുക. എനിക്ക് എൻ്റെ ഫോൺ നിങ്ങൾക്ക് തരാം, വേണേ ആദ്യം വരുമ്പോൾ പാസ്റ്റർ സ്ഥലത്തുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ കിട്ടിയത്. നിങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരൊക്കെ ഇന്റർനാഷണൽ കോളുകളല്ലേ. അവൻ നമ്മളെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ ലോക്കലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ഇന്റർനാഷണൽ ആക്കി. ദൂത് മനസ്സിലായോ? എന്നിട്ടും നിന്റെ അകത്ത് ഈ സ്വപ്നം കത്തിയില്ലെങ്കിൽ എവിടെ നിന്ന് പുറത്തു വരാനാ? ഒരല്ലരിയോ എന്ന് പറഞ്ഞേ. ദൂത് മനസ്സിലായോ? നിന്റെ അകത്തൊരു സ്വപ്നം കാണ്. എന്റെ നിലവാരം മാറുകയോ, എന്റെ കാഴ്ചപ്പാട് മാറുകയോ. ഹല്ലേലൂയ. ഈ ദൂതനെ കത്തിച്ചു. യോസേഫ് ഫലപ്രദമായൊരു. അപ്പോ സ്വപ്നമുള്ളവന്റെ അകത്തൊരു ഫലമുണ്ട്. വേണേ ഏറ്റെടുത്തോ. സ്വപ്നമുള്ളവന്റെ അകത്തൊന്നുണ്ട്, ഒരു ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു ഫ്രൂട്ട് ഉണ്ട്, ഒരു ഫലമുണ്ട്, ഒരു ഫലമുണ്ട്. സ്വപ്നമില്ലാത്തവന്റെ അകത്ത് എന്തില്ല? ഫലമില്ല. സ്വതന്ത്രം. ഞാൻ പറഞ്ഞല്ലോ 1.5 വർഷമായിട്ട് ഈ യാത്ര ചെയ്തിട്ടില്ല. യാത്ര വരാഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു ദൈവം നിയോഗം തന്നു. പോകണ്ട, സഭയിൽ നിൽക്കുക. അങ്ങനെ 1.5 വർഷമായിട്ട് എന്നോട് വിളിച്ചവരോടെല്ലാം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യുന്നില്ല, മനഃപൂർവ്വ യാത്ര ഒഴിവാക്കി. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു 2020 യാത്ര ഇവിടെ പൂരമാണ്. അന്നു മുതൽ ഇന്നു വരെ നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. സ്വതന്ത്രം. ആമേൻ. ഹല്ലേലൂയ. ജനുവരി തുടങ്ങി യാത്രകൾ ആരംഭിക്കുക. അതെവിടേക്ക് പോയി എങ്ങനെയൊക്കെ കറങ്ങി തിരിച്ചു വരുമെന്ന് അറിയില്ല. സ്വപ്നം കാണുന്നവൻ ഫലമാണ്, സ്വപ്നമില്ലാത്തവൻ സീറോയാണ്. സ്വപ്നം കാണുന്നവൻ ഫലപ്രദമായി പുറത്തു വരും. സ്വപ്നം കാണാൻ ഒരു ഹൃദയമുണ്ടാകട്ടെ. ഹല്ലേലൂയ. സമയങ്ങായി സ്വപ്നം കാണണം. എല്ലാരും പറ. കൊളോണിയ വരുന്നതൊന്നുമല്ല, നമ്മുടെ സ്വപ്നമൊക്കെ അതാ. സ്വതന്ത്രം പറഞ്ഞ് ത്വരപ്പം കയറുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നോട് പറഞ്ഞതാ, 3 പ്രാവശ്യമായി ത്വരപ്പം കയറുന്ന ഞാൻ കാണുന്നു. അതല്ല അതിനേക്കെ രസം, അത് കയറുന്ന കാര്യമെന്തെന്ന് ഭാഷ പ്രാർത്ഥിച്ച് പറയണം. എനിക്ക് വേറൊരു പണിയുമില്ല. ആന്റിയുടെ വീട്ടിലെ ത്വരപ്പന്റെ പുറകെ അടക്കിയ ഞാൻ പറഞ്ഞ പണിയും പേരില്ലാത്ത കുറെ ത്വരപ്പന്മാരുണ്ട്, അവരെ എടുത്ത് പോയി ചോദിക്കും. ഞാനിവിടെ വലിയ സ്വപ്നം കണ്ടുകൊണ്ട് അടക്കിയ അപ്പോഴാ ത്വരപ്പന്റെ കാര്യം. കന്നുമൂല കുടിയാ കയറിയെന്ന് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു മൂല കേൾക്കുന്നത്. ആ ത്വരപ്പൻ കയറി എവിടെ കുടിയാ? കന്നുമൂലക്കുടി. അള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? സത്യം പറഞ്ഞ ഞാൻ ആലോചിച്ച് പോയി കേട്ടോ, കർത്താവേ, ഇത് ചോദിക്കുന്നതിന്റെ പിന്നിലും കാരണമുണ്ട്. ഈ കുറേ ദൈവദാസന്മാർ ഇങ്ങനെ ഈ കന്നുമൂല കുറിക്കറുന്ന തുരപ്പന്റെ കാര്യവും
ഈ വട്ടപ്പാമ്പിന്റെ കാര്യവും തവളയുടെ കാര്യവും ഒക്കെ പറയാൻ നടക്കുമ്പോൾ അവരതേ ചോദിക്കത്തുള്ളൂ. നമ്മളോട് ആരും ഇതൊന്നും ചോദിക്കണ്ട. നമ്മളെക്കുറിച്ച് വൻ കാര്യങ്ങൾ ചോദിക്കട്ടെ. നിന്റെ സ്വപ്നം വലുതാകട്ടെ, നിന്റെ സ്വപ്നം ചെറുതാകരുത്. നിന്റെ സ്വപ്നം വലുതാകട്ടെ, നിന്റെ സ്വപ്നം ചെറുതാകരുത്. സ്വപ്നം വലുതാകട്ടെ. സ്വപ്നം കാണാൻ കൃപ എത്ര പേർക്ക് കൃപ വേണം? ഇതൊരു വല്ലല്ലേ. നല്ലപോലെ സ്വപ്നം കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്വപ്നം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം അഡ്വാൻസ് ആയിട്ട്. സ്വപ്നം കാണുന്നത് കൊള്ളാം, സ്വന്തമായിട്ട് വ്യാഖ്യാനം കൂടി ചോദിച്ചേക്കണം. എൻ്റെ അടുത്തോട്ട് വരരുത്. കുലബന്ധമില്ലാത്ത സ്വപ്നം കണ്ടിട്ട് നമ്മളോട് വ്യാഖ്യാനിക്കാൻ പറയും. എന്തെന്ന് പറയാൻ? ഭാഷ ഒരു ട്രെയിവേ ട്രാക്ക്, സന്തോഷം. ആ ട്രെയിവേ ട്രാക്കിൽ കൂടി 4 ട്രെയിൻ വരുന്നു. ഞാൻ എത്ര ട്രാക്കുണ്ട്? ഒരു ട്രാക്ക്. ഞാൻ ദുരന്തമൊന്നും അവിടെ ദുരന്തമില്ല. ഒറ്റ ട്രാക്കിൽ കൂടി എത്ര എണ്ണം വരുന്നു? 4. അതല്ല ഭാഷ, സിഗ്നൽ കാണുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് അപേക്ഷ കൊടുക്കാം. ഇതെവിടെ ചെന്ന് നിൽക്കും? എനിക്കറിയത്തില്ല. ഞാൻ ആ സ്വപ്നത്തിൽ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമായിരുന്നോ? എൻ്റെ ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യൻ ഇടയ്ക്കൊരു കുലുക്കും, ഒരു ചവിട്ടും. അവിടെ പോയി ഭാഷ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് പറയണം? അത് എവിടെ പോയി മുട്ടി നിന്നെന്ന് പറയണം. കഷ്ടപ്പാടാന്ന് നോക്കി. ഞങ്ങളുടെ പാടുണ്ടല്ലോ, നിനക്കൊന്നും അറിയണ്ട, അടിച്ചാ മതി പൊറോട്ട. പാടുപെടുന്ന ഞാനല്ലേ. ഇവന്മാര് വല്ലതും അറിയണോ? ചിക്കൻ പൊറോട്ട, ഇത് മസാല. ഇവർക്കൊന്ന് നമ്മൾ പറഞ്ഞു വിഷമിക്കുകയല്ലേ. സ്വപ്നമില്ലാത്തവനടുത്ത് കാണുന്നതൊക്കെ ദുർസ്വപ്നവാ. അങ്ങനെയല്ല ഡെലിവറൻസ് ചർച്ച. കാണുന്നത് ക്ലിയറാ. എന്ത് കണ്ടോ അത് ക്ലിയറാ. കണ്ടത് നീ പ്രാപിക്കും, കണ്ടത് നീ പ്രാപിക്കും. എന്ത് കണ്ടോ അത് നീ പ്രാപിക്കും. എന്താ നീ കണ്ടത്? ഏതാ നീ കണ്ടത്? കുഞ്ഞിനെ കുറിച്ചാണോ? കുടുംബത്തെ കുറിച്ചാണോ? നിന്റെ ഭാവിയെ കുറിച്ചാണോ? തലമുറയെ കുറിച്ചാണോ? സഭയെ കുറിച്ചാണോ? ശുശ്രൂഷയെ കുറിച്ചാണോ? ദൈവാത്മ പറയുന്നു, ദൈവദാസന്മാർ എന്ത് നീ കണ്ടോ അത് ദൈവം നിനക്ക് ചെയ്യാം. ദൈവപുത്രന്മാർ എന്ത് നീ കണ്ടോ അത് ദൈവം നിനക്ക് ചെയ്യാം. സഹോദരി എന്ത് നീ കണ്ടോ അത് ദൈവം നിനക്ക് ചെയ്യാം. നീ കണ്ട സ്വപ്നം, നീ കണ്ട സ്വപ്നം. Yes, 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 yes. Oh, Shabbat Korokolo, Korokolo, Tihalkele, Panatihalkele, Kuram Talamatara Kele, Kuram Tarachana Tihalkele, Kuram Talamatara Kele, Korokolo, Panatihalkele, Sorokolo, ഒരു ഫലവുമില്ലാത്ത നമ്മുടെ മക്കളെ കുറിച്ച് ഇന്ന് നമ്മൾ സ്വപ്നം കാണാൻ പോയ എന്നോടൊപ്പം ഉണ്ടോ? ഒരു ഫലവുമില്ലാത്ത എന്റെ തലമുറകളെ കുറിച്ച് ഞാൻ സ്വപ്നം കാണാൻ പോകുക. റെഡിയാണോ? റെഡിയാണോ? ഒരു ഫലവുമില്ലാത്ത എന്റെ കുടുംബത്തെ കുറിച്ച് ഞാനൊരു സ്വപ്നം കാണാൻ പോകുക. അത് തകർച്ചയുടെ സ്വപ്നമല്ല, അത് നിരാശയുടെ സ്വപ്നമല്ല, ഉയർച്ചയുടെ സ്വപ്നം. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. നമുക്ക് നിർത്താം അല്ലേ? ഒന്ന് വായിച്ചേ റോമൻസ് ഭാഷ എന്ന് വായിച്ചേ. ജോസഫ് ഫലപ്രദമായ. അപ്പൊ സ്വപ്നമുള്ളവൻ എന്താണ്? ഇത് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. സ്വപ്നമുള്ളവൻ ഫലപ്രദമായ, സ്വപ്നം കാണാത്തവൻ ഫലമില്ലാത്ത വൃക്ഷം. അടുത്ത വാക്യം. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. നോക്കി ചേട്ടന്മാർ അവനെ എന്ത് ചെയ്യാൻ നോക്കി? പറ ചേട്ടന്മാര്. പൊട്ടക്കിണറ്റിൽ. പക്ഷെ സ്വപ്നമുള്ളവൻ എന്ത് ചെയ്യും? മതിലുമേക്ക്.
സ്വപ്നമുള്ളവൻ താഴ്ത്തോട്ട് പോകത്തില്ല. സ്വപ്നമുള്ളവന് ചവിട്ടാൻ ഒക്കത്തില്ല. സ്വപ്നമുള്ളവനെ മെതിക്കാൻ ഒക്കത്തില്ല. സ്വപ്നമുള്ളവൻ താളടിയാകത്തില്ല. സ്വപ്നമുള്ളവൻ മതിലുമേ പടരും. സ്വപ്നമുണ്ടോ? 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 നീ മതിലിന്മേൽ എന്ത് ചെയ്യും? എല്ലാരും പറഞ്ഞേ, ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയാൻ. നിങ്ങൾ ആരും അത് പാർശ്വങ്ങളെ ബ്രേക്ക് ഡാൻസ് പഠിപ്പിച്ചെന്ന് പറയരുത്. മതിലും എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. ഫോട്ടോ വെച്ച് ഡെലിവറൻസ് ചർച്ചിലെ ദൈവ മക്കൾ പടരും. പടരും. എവിടെ നിന്നെ കുഴിച്ചിടാൻ നോക്കിയോ അവിടെ നീ പടരും. എവിടെ മണ്ണിട്ട് മൂടാൻ നോക്കിയോ അവിടെ നീ പടരും. എവിടെ നിന്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞോ അവിടെ നീ പടരും. അടുത്ത വാക്യം. അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. വില്ലാളികൾ സ്വപ്നമുള്ളവനെ എന്ത് ചെയ്തു? വിഷമിപ്പിച്ചു. ഈ സ്വപ്നമുള്ളവനെതിരെ ഭയങ്കര പോരാട്ടമാണ്. സ്വപ്നമുള്ളവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട്. ഇത് സഭയോടുള്ള ദൂത. സ്വപ്നമുള്ളവനെ എന്ത് ചെയ്യും? പറ. വിഷമിപ്പിക്കും. ഒളിച്ചിരുന്ന് അമ്പയും. അടുത്തത് അവനോട് പൊരുതും. അടുത്തത് അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം. അതുപോലെ സ്വപ്നമുള്ളവനെതിരെ പോരാടി. പിന്നെ പോരാടി എയ്തു പൊരുതു അല്ലെ, വിഷമിപ്പിച്ചു. ഇത്രയും കാര്യം ചെയ്തപ്പോഴും സ്വപ്നമുള്ളവൻ എന്ത് ചെയ്തു? വേണേ പറ. സ്വപ്നമുള്ളവൻ ഉറപ്പോടെ നിൽക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇല്ല, സ്വപ്നമുള്ളവൻ ഉറപ്പോടെ നിൽക്കും. അവൻ വീണ് പോകത്തില്ല. അവൻ തകർന്നു പോകത്തില്ല. സ്വപ്നമുള്ള ദൈവ പൈതലേ, ദൈവം നിന്നെ ഉറപ്പോടെ നിർത്തും. സ്വപ്നമുള്ളവനെ എന്ത് ചെയ്യും? നിങ്ങൾ പ്രവചിക്കാൻ പോയ, ഞാൻ നിർത്തിയ നിങ്ങൾ പ്രവചിക്കാൻ പോയ അടുത്തിരിക്കുന്നവന്റെ കൈ കൊടുത്ത് മുഖത്തൊക്കെ പറ, സ്വപ്നമുള്ള നിന്നെ ദൈവം ഉറപ്പിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വപ്നമുള്ള നിന്നെ ദൈവം എന്ത് ചെയ്യും? ഉറപ്പോടെ നിർത്തും. അവന്റെ ഭുജം. വായിക്കേ. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അടുത്ത വാക്യം. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇതൊന്നും പ്രസംഗിച്ചാലുണ്ടല്ലോ 5 മണി വരെ പ്രസംഗിച്ചാൽ തീരില്ല. സ്വപ്നമുള്ളവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ സ്വപ്നമുള്ളവൻ ഉറപ്പോടെ നിന്നു. അവൻ വീണുപോയില്ല. അവന്റെ കാലടി പതറിയില്ല. അവന്റെ മനസ്സിടറിയില്ല. സ്വപ്നമുള്ള ആഗ്രഹമുള്ളവനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. അപ്പൊ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് കാണാൻ പഠിപ്പിക്കുന്നു? കാണണം. എങ്ങനെയൊക്കെ സ്വപ്നം കാണാമോ അതുപോലെ കാണണം. കണ്ടിട്ട് സ്തോത്രം ചെയ്യണം. ഒരു കാര്യം കൂടി പറയുന്നു, എന്നെ കൂടെ നിർത്തി നിങ്ങൾ സ്വപ്നം കാണരുത്. ദൈവത്തെ കൂടെ നിർത്തിയിട്ട് സ്വപ്നം കാണണം. സ്വപ്ന സാക്ഷാത്കരണത്തിന് കൂടെ നിൽക്കുന്നവൻ യഹോവയാൽ അല്ലേ, വല്ലവൻ അല്ലേ, യാക്കോബിന്റെ വല്ലവന്റെ കൂടെ നിന്നുകൊണ്ട് സ്വപ്നം കാണുന്നത് ചെറിയ സ്വപ്നമല്ല, വലിയ സ്വപ്നം. നമ്മുടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഓ